ഹലോ! ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മാംഗോ സ്വിസ് റോൾ ഉണ്ടാക്കിയാലോ? ഇപ്പോൾ നാട്ടിൽ മാങ്ങയൊക്കെ കിട്ടുന്ന സമയമല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. നമ്മളുടെ ഈ സ്വിസ് റോളിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഷെയർ ചെയ്യണത് കേട്ടോ. വലിയൊരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഡൈസ് ചെയ്തിട്ട് വെള്ളം ചേർക്കാണ്ട് പ്യൂരി ആയിട്ട് എടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ പ്യൂരി ആയിട്ട് എടുത്തത് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 2 തുടങ്ങി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മുടെ വേണ്ട മധുരത്തിന് വെച്ചിട്ട്. ഈ മിക്സ് നമ്മുടെ ഫില്ലിങ് ഇത് മാത്രമല്ല, അതുകൊണ്ട് മധുരം അധികം കയറ്റിയിടേണ്ട കാര്യമില്ല കേട്ടോ. ഇതിലേക്ക് നാരങ്ങാനീര് 1 ടീസ്പൂൺ തുടങ്ങി ഒരു 3 ടീസ്പൂൺ വരെയും ആഡ് ചെയ്യാം. ഞാനിവിടെ എന്തായാലും 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയുടെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ ക്വാണ്ടിറ്റി എല്ലാം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മാറ്റി വെക്കുക, എന്നിട്ടത് തണുക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് റെഡി ആക്കുമ്പോൾ ഇത് ശരിയാവില്ല ചൂടോടുകൂടി എന്നാൽ. ഇനി സ്വിസ് റോളിൻ്റെ റെസിപ്പി നോക്കാം. ഒരു 3 എഗ് വൈറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 30 സെക്കൻഡ്. അത് മിക്സിയിലിട്ട് കറക്കിയാലും മതി, അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലത്തെ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒരു 1/3 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊരു ക്രീമി അതുപോലെ തന്നെ സ്റ്റിഫ് പീക്ക് കൺസിസ്റ്റൻസി കിട്ടണ വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ കാര്യം നടക്കും, അല്ലെങ്കിൽ സമയമെടുക്കും ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ എന്തായാലും ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചാലും നമുക്കിത് ചെയ്യാം കേട്ടോ. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ടിട്ട് അടിച്ചെടുക്കണം. ഇത് ഓരോന്നായിട്ട് തന്നെ ഇട്ട് അടിച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വിസ് റോൾ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 1/3 കപ്പ് മൈദ അല്ലെങ്കിൽ നമുക്ക് വീറ്റ് ഫ്ലോർ ആയാലും ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ, എസൻസ് 1 ടീസ്പൂൺ. മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാനിവിടെ വാനില എസൻസാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ, കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അതുകൊണ്ടാണ്. ഇനി നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആ കൺസിസ്റ്റൻസി. ഇനി നമ്മളുടെ ഓവൻ ട്രേ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ട്രേ എടുത്തിട്ട് അതിലേക്ക് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് നമ്മളുടെ ബാറ്റർ ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക, ഒരു ഈവനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഇവിടെ ഫ്ലാറ്റ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഒരു ബേസ് കേട്ടോ. ഇനി എയർ ബബിൾസ് കളയാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 15 തുടങ്ങി 20 മിനിറ്റ് സമയം വരെയും ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഫുൾ സ്വിസ് റോളിൻ്റെ ആ ഒരു ബേസ് കേക്ക് അത് റെഡിയാവും കേട്ടോ. ഇത്രയും പിന്നാണ് വന്നത്. ഇനി ഒന്ന് റോൾ ചെയ്യുക. ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വിസ് റോളിൻ്റെ ആ ഒരു ഷേപ്പ് നിലനിർത്താൻ സഹായിക്കും. ബാക്കി ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിന് വേണ്ടി ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ ക്രീമോ ഏത് ഫില്ലിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തു. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഞാൻ എന്തായാലും ചേർത്തിട്ടുണ്ട്, ഒരു യെല്ലോയിഷ് കളർ കിട്ടാനായിട്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം റോൾ എടുക്കാം. അതിലേക്ക് തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചൂടാറണമെന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഇത് ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. അത് ഇങ്ങനെ ഒരു തരിതരി പോലെ സെപ്പറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ കണ്ടൻസ് മിൽക്കും അകത്തൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി റോൾ ചെയ്തെടുത്തിട്ട് പുറത്തും ഞാൻ ആ ഒരു തയ്യാറാക്കി വെച്ച ക്രീമിൻ്റെ മിക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഏകദേശം ഒരു 2 to 4 hours റെഫ്രിജറേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് കഴിക്കാൻ തയ്യാറാകും. അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് കട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ എന്തായാലും മറക്കാതിരിക്കുക. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഫ്രിഡ്ജിൽ അത്യാവശ്യം നിന്നോളും, കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ചയൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കും. പക്ഷേ സത്യം പറഞ്ഞ് ഇതുണ്ടാക്കി അന്ന് രാത്രി തന്നെ തീർന്നു, അതാണ് വേറെ സത്യം. പിന്നെ അടുത്ത ദിവസം കഷ്ടപ്പെട്ട് മാറ്റി വെച്ചത്, കാരണം അത്രയും ടേസ്റ്റ് ആയിരുന്നു. നല്ല സോഫ്റ്റ് ക്രീമി
ഒരു വെറൈറ്റി സ്വിസ് റോളായിരുന്നു. ചോക്ലേറ്റ് സ്വിസ് റോള് ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അത് ഒരു ഇത്തിരിയും കൂടി ഒരു ഡ്രൈ ടെക്സ്ചറാണ്. ഡ്രൈ ഇൻ ദ സെൻസ് ഇത്രയും ഒരു സോഗി ഒരു സോഫ്റ്റ് ടെക്സ്ചർ അല്ല, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഒരു മാംഗോ ഫ്ലേവർ എല്ലാത്തിനൊപ്പം നന്നായിട്ട് പോകുന്നുണ്ട് ഈ ഒരു ടെക്സ്ചർ. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം നാളെ എന്തായാലും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.